സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നമ്മളുടെ ഈ മാസം ഏതാണ്? നവംബർ മാസം. നവംബർ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് നമ്മളേവരും കേരളം അല്ലെ, കേരള പിറവി ദിനം നവംബർ 1 ഇന്നലെ ആത്മാക്കളുടെ ദിവസവും കൂടിയാണ്. മരിച്ചുപോയ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന ഒരു ഓർമ്മ ദിനം. ചില ഒഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ടെന്നത് ഓർക്കണം. നമ്മളുടെ എല്ലാം ജനനം എങ്ങനെയാണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസവും 9 ദിവസവും അതിനുശേഷമാണ് നമ്മുടെ ഭൂമിയിലുള്ള സൗകര്യങ്ങളും മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും വലിയൊരു ലോകം നമുക്കുണ്ടെന്ന് ആ കുഞ്ഞ് അറിയുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ ഇലപൊഴിയും കാലം. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെ കഴിഞ്ഞിരുന്നു, അതേമാതിരി നമ്മളുടെ ഈ ലോകവാസം ഇത് നമ്മൾ ആനന്ദിക്കുന്നു. ഇതിനപ്പുറം എന്തെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. ഇതിനപ്പുറം മറ്റൊരു ലോകമുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. കളിരണിയും കാലമുണ്ടെന്നത് ഓർക്കണം. ജഗദീശ്വരന്റെ അടുത്തേക്കാണ് എല്ലാ ആത്മാക്കളും പോകുന്നത്. അവിടെ നമ്മൾ ഈ കാണുന്ന കൊച്ചു ലോകമല്ല, എത്രയോ വിശാലമായ ലോകമായിട്ടുണ്ടായിരിക്കുന്നത്. നല്ല ചിന്തകളോടെ ആയിരിക്കും എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മളെല്ലാ മാസവും ഇതുപോലെ കൂടുന്നു, ആസ്വദിക്കുന്നു. എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സന്തോഷമാണ് എല്ലാ മാസവും ഇവിടെ പങ്കുവെക്കുന്നത്. ആ സന്തോഷത്തിൽ പങ്കുവെക്കാൻ എല്ലാവർക്കും താല്പര്യവുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. മനസ്സിന്
സന്തോഷിപ്പിക്കുക, മനസ്സിനെ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിക്കാൻ ആഹാരമുണ്ട്, അണിയാൻ വസ്ത്രമുണ്ട്, കിടക്കാൻ വീടുണ്ട്, മറ്റ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ, നല്ലൊരു കുടുംബാംഗങ്ങളുള്ള ആ കുടുംബത്തിലെ ഐശ്വര്യം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ അസുഖങ്ങൾ പകുതി മാറും. നല്ലൊരു കുടുംബം എന്ന് പറയുന്നത് അതാണ്. നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല താമസിക്കാനുള്ള വീട്, ഇവ നമുക്കുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണ്. ആ സന്തോഷമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Very good, super. പ്രിയപ്പെട്ടവരെ, മുരുകൻ സാറ് ഇപ്പൊ പറഞ്ഞു, നമ്മളുടെ സ്നേഹതീരത്തെ സ്റ്റാഫ്, നിങ്ങൾക്ക് ഏവർക്കും പരിചിത എന്ന് പറയുന്നില്ല, നിങ്ങളുടെ എവരുടെയും കൂടെ ആയിരുന്ന നേഴ്സ് സിനിയാണ് സ്നേഹതീരത്തിൽ നിന്ന് മറ്റൊരു ജോലി സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും സ്ഥാപനത്തിനെ അപേക്ഷിച്ച് ഒരു വലിയൊരു കുറവാണ്. ആ കുറവ് നമുക്ക് മറ്റൊരാളിലൂടെ നികത്താൻ സാധിക്കുന്നതല്ല. പൊതുവായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സ്നേഹതീരത്ത് സിനി സേവനം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അന്നു മുതൽ ഇന്ന് വരെ ഏതൊരാവശ്യത്തിനും ഞാൻ ഉണ്ടാകില്ല എന്ന് പറയുന്ന ഒരവസ്ഥ സിനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ നല്ല സേവനത്തിന് നിങ്ങളോട് ഒപ്പം ഞാനും എനിക്ക് വേണ്ടി ഒരുപാട് 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 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
സാന്ത്വനത്തിന്റെ ആത്മാർത്ഥ സേവനത്തിന് അകമഴിഞ്ഞ നന്ദിയോടെ സ്നേഹതീരത്തിന്റെ അത് ഞാൻ പറയില്ല കേട്ടാ. മാലാഖയെന്ന് പറയാൻ പറ്റുമോ? ആണോ? അത് ചുമ്മാ തട്ടിപ്പായിട്ട് പറയാനാണ്. അതായത് അത്ര വലിയ മാലാഖയൊന്നുമല്ല അല്ലെ, എല്ലാവർക്കും അറിയാല. അത്ര വലിയ മാലാഖയൊന്നുമല്ല, എങ്കിലും നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ സുന്ദരിക്കുട്ടി, നമ്മുടെ രസനിക്കുട്ടി യാത്ര മംഗളം അല്ലെ, ഒരുപാട് എല്ലാവരുടെയും അനുവാദത്തോടെ ആ ഒരു യാത്രാമൊഴി ഇവരെഴുതിയിരുന്ന മാല തന്നെ മാലാഖ എന്നല്ല, അതിനപ്പുറം ഒരുപാട് വാക്കുകളോടെ എന്നും സ്നേഹത്തോടെ ആയിരിക്കുക. എല്ലാവർക്കും വേണ്ടി നമ്മളുടെ ഈ ഒരു സുന്ദര നിമിഷം നമുക്ക് തുടക്കം കുറിക്കാം. ആ നല്ല നിമിഷങ്ങൾ നമ്മളുടെ അവരുടെയും ചിരിച്ച മുഖത്തോടെ ആനന്ദമാർന്ന നിമിഷങ്ങളാവട്ടെ, സന്തോഷത്തോടെ ആയിരിക്കുക. എന്നും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. നമ്മള് നല്ലത് ചെയ്യുമ്പോൾ നല്ലത് കിട്ടും. ഗിവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങുക. നല്ലത് കൊടുക്കുമ്പോൾ നല്ലത് കിട്ടും, മോശം കൊടുത്താൽ മോശം കിട്ടും. സന്തോഷത്തോടെ ആയിരിക്കട്ടെ ഈ നിമിഷം. സ്റ്റാർട്ട്. സിനിക്ക് കുറച്ച് ആശംസകൾ അറിയിക്കാൻ ഉള്ള അവസരമാണ്. ഓരോരുത്തർക്ക് വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. സിനിക്ക് വേണ്ടി ആശംസകൾ അറിയിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നല്ലൊരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇവിടെ സേവനം ചെയ്ത ഏറ്റവും നല്ല ഒരു നേഴ്സായിരുന്നു സിനി. ഏത് കാര്യത്തിലും ഏത് രാത്രിയിലും ആർക്ക് അസുഖം എന്ന് പറഞ്ഞാലും സിനി അപ്പോൾ ഓടിയെത്തും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും സമയവും ഒന്നും നോക്കൂല, വേഗം ആംബുലൻസ് വിളിച്ച് സിനി വേണ്ട സമയത്ത് രോഗിയെ അവിടെ എത്തിക്കും. അങ്ങനെ എല്ലാവർക്കും സേവനം ചെയ്തുകൊണ്ടും ഞങ്ങളെല്ലാവരെയും സ്റ്റാഫിന്റെ എല്ലാം ഒപ്പം നിന്നുകൊണ്ടും ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. സിനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം വന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. പോയി അവിടെ സിനിക്ക് പറ്റിയ സേവനം ചെയ്ത് സിനി നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. പിന്നെ സിനിക്ക് വേണ്ടി ഓരോ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ഒരു കളക്ഷനുണ്ട്, എന്തെങ്കിലും സഹായം തരണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ ഞങ്ങൾക്ക് അത് തന്നു. അതിനും നന്ദിയുണ്ട്. എല്ലാ ഇപ്പോൾ ഇവിടെ സമ്മേളനത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും. എല്ലാം നന്നായി വിവരങ്ങളിലേക്ക് വരട്ടെ പ്രാർത്ഥിക്കുകയും. എല്ലാവർക്കും ഒരു സ്നേഹത്തിൽ നിറഞ്ഞ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ദിവസം നമ്മുടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നുന്ന ദിവസമാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് ജീവിതത്തിലെ നല്ലൊരു കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണെങ്കിൽ പോലും ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് സിനി ചെയ്ത നല്ല സേവനങ്ങൾ
ഏതോ സമയത്ത് വിളിച്ചാല് ഏതൊരു പേഷ്യന്റിനോടും വളരെ സിൻസിയറായി ഇടപെട്ട ഒരു വ്യക്തിയാണ് സിനിയെന്ന് 100% ഞാൻ പറയും. കാരണം ഓരോ പേഷ്യൻസ്, ഓരോ ആളുകൾക്കും ഏതൊരു ഫോൺ വിളിച്ച് ചോദിച്ചാലും ഏതൊരു അച്ഛന്മാർക്ക് കൊടുക്കുന്ന മെഡിസിൻ പോലും സിനിക്ക് കാണാപ്പാടമായിരുന്നു. അത്രമാത്രം ഈ സ്നേഹദിനത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് സിനി എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കിയത് കാരണം ഒരു ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും ഏത് രാത്രിയിലാണെങ്കിലും ചില സമയങ്ങളിൽ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സോടുകൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും എന്റെ ഡ്രസ്സിൽ ഒരെണ്ണം എടുത്തിട്ട് വേണ്ട അനുസരിച്ച് നമുക്ക് ആ വ്യക്തിയെ ഹോസ്പിറ്റൽ, അച്ഛനെ അല്ലെ അമ്മയെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇതല്ല അവിടെ നോക്കുന്നത്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ സ്നേഹദിനത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, ഈ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പോകുന്നത്. ഒരുപാട് വേദനയോടെയാണ് ഞാൻ ഓർക്കുന്നത്. കാരണം എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. പിന്നെ അയാളുടെ ജീവിതത്തിലെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കണം, മകളെ കല്യാണം കഴിക്കാറായി, മകന്റെ പഠിപ്പിന്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അയാളുടെ മുൻപിലുണ്ട്. അത് നേടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്റെ എല്ലാവിധ നന്മകളും ആശംസകളും ഞാൻ നേരിടുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ന് ധാരാളമായി എല്ലാവർക്കും എന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. സിനിയെ ദൈവമായി കൂടുമായി കൂടുതൽ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് 6 കൊല്ലമായി നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. എല്ലാവർക്കും സേവനങ്ങൾ എന്ന രീതിയിൽ സേവനം മാത്രം കൈവശമുള്ള ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റായി. കാരണം വീടിനടുത്താണ്, ഏത് സമയത്തും ഏത് വരാൻ രോഗികൾക്ക് ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എല്ലാം വളരെ ശിക്ഷയോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുന്ന സ്ഥിതിയെ ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. കാരണം സ്നേഹതീരത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു വിഭ്രാന്തിയോ പരിഭ്രമമോ കൂടാതെ മുന്നോട്ട് പോകാനുള്ള അവസരം നമുക്കുണ്ടാകും. ആരും സ്നേഹതീരത്തോട് പോയിട്ടുണ്ടോ അവരെല്ലാം നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാൻ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ഞാൻ സന്തോഷിക്കുകയാണ്. പോയി നല്ല രീതിയിൽ ജീവിതം ആസ്വദിച്ച് നല്ല രീതിയിൽ ഒരു കുടുംബ ജീവിതം നയിക്കാനുള്ള ഒരു പ്രാപ്തിയും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് സിനി സിസ്റ്റർ ഇവിടെ ഉണ്ട്. സാറ് പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിൽ 2 പേരാണുള്ളത് സിസ്റ്റർമാരായിട്ട്. ഞാൻ അന്ന് മുതൽ സിനി സിസ്റ്റർ, മാളു സിസ്റ്റർ എന്ന് വിളിക്കുന്നു. ഇന്ന് വരെ അവരെ ഞാൻ പേര് വിളിച്ചിട്ടേ ഇല്ല. ഏത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ ഒപ്പം നിൽക്കുകയും അടുക്കളയിലെ ആവശ്യത്തിനാണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും ഇവിടെയാണ് സിനി സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ നമുക്ക് പോകാം. എല്ലാ കാര്യത്തിലും പുള്ളിക്കാരും നമ്മളോടൊപ്പം യോജിച്ച് പോവുകയാണ്. ഈ അവസരത്തിൽ പോയി നന്നായിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് സഹോദരി പോലെ നമ്മളുടെ ഒരാളൊരു നഷ്ടം എന്ന് പറഞ്ഞ നേട്ടം തന്നെയാണ്. അപ്പൊ നമ്മൾ സ്നേഹതീരത്തിന്റെ നഷ്ടമുള്ള സിനിമ നമ്മളെടുത്ത് പോകുന്നത്. പക്ഷെ പിന്നീട് പ്രശ്നങ്ങൾക്ക് സിനിമ നേട്ടമായി പ്രാർത്ഥിക്കും. നീ അനുഗ്രഹിക്കുന്നു. ജോലിക്ക് പോകുന്ന സിനിക്ക് എല്ലാവിധ ആശംസകളും. ഇവിടെ പറഞ്ഞ പോലെ സിനി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിരുപ്പല തീർച്ചയായിട്ടും നന്മയായിരിക്കും. നേരത്തെ പറഞ്ഞൊരു ജീവൻ തെക്ക് അത് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തിരിച്ചു. ഇവിടെ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തിരിച്ച് കിട്ടും, ഉറപ്പാടെ കിട്ടും. അതിന് എല്ലാവരും പോകുന്ന എല്ലാവർക്കും സിനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹതീരത്തിന്റെ എല്ലാമെല്ലാമായി സിനിക്ക് ഒരുപാട് ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. 2010 തുടങ്ങി സ്നേഹതീരത്തിൻ്റെ ഒരു അറിയപ്പെടാത്ത പ്രവർത്തകനാണെന്ന് വേണമെങ്കിൽ പറയാം. മുരുകൻ ചേട്ടനുള്ള അയൽവാസിയാണ്. മുരുകൻ ചേട്ടൻ എന്നോട് എപ്പോഴും പറയും നമുക്ക് അവിടെ പോകണമെന്ന്. അങ്ങനെ ഇന്നെനിക്ക് അവസരം കിട്ടി. ഞാൻ മുരുകൻ ചേട്ടൻ്റെ ഒപ്പം പോകുന്നതാണ്. 2 മാസം മുമ്പ് ഞാൻ വന്നിരുന്നു. 2010 ഞാൻ ഇതിൻ്റെ മെമ്പറായതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ ആളുകളുടെ സഹകരണവും ഐക്യവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു.
കാരണം ഇത്തരം പ്രവർത്തന ശൈലിയൊന്നും ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല നമുക്ക്. പ്രത്യേക ഒരു പ്രവർത്തന ശൈലിയാണ് ഇവിടെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അക്കൂട്ടത്തിൽ ഇപ്പം ദീർഘകാലം ഇവിടെ പ്രവർത്തിച്ചിരുന്ന സിനി സിസ്റ്ററുടെ നിന്ന് പുതിയ ഉദ്യോഗസ്ഥലത്തേക്ക് പോകുന്നതായിട്ട് അറിഞ്ഞു. ഈ ധന്യ മുഹൂർത്തത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഇവിടുത്തെ അന്തേവാസികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് യാത്രയ്ക്കുന്ന സ്ത്രീക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. അതോടൊപ്പം ഒരു പുതിയ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിലുപരിയായി അവരുടെ ജീവിതം മുഴുവൻ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കോണം സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സിനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനിവിടെ വന്നിട്ട് 2 കൊല്ലമായി. ഇതുവരെ സിനിയായിട്ടൊരു നഷ്ടത്തിനോ ഒരു ഇതിലും വേണ്ടി വന്നിട്ടില്ല. സ്നേഹമായിട്ടാണ് സിനി യാത്ര പറയാൻ വന്നപ്പോൾ പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ തെറ്റൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഒരു യാത്ര ഞാൻ പറയുന്നില്ലല്ലോ. ഇന്നത്തെ ദിവസത്തിൽ വളരെ പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്നത്തേക്ക് 7 വർഷം തരുന്ന ദിവസമായിരുന്നു നിന്നത്. അതേ ദിവസം തന്നെ എനിക്കൊന്ന് ഇറങ്ങാനും അതെൻ്റെ സങ്കടമാണ് വലിയ. പക്ഷെ എൻ്റെ ഒരു അവസ്ഥകളിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. എൻ്റെ ഭാഗത്തു നിന്നും ആർക്കെങ്കിലും എൻ്റെ പ്രവർത്തനങ്ങളുണ്ടോ ചിന്തകളുണ്ടോ വാക്കുകളുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഞാൻ ഇന്നേ ദിവസം മുതൽ കൗണ്ട് ചെയ്യുകയാണ്. 2 വർഷത്തിന് വേണ്ടി തിരിച്ചെനിക്ക് ഇവിടെ വീണ്ടും കയറാൻ. എനിക്ക് ഇതുവരെ ഇവിടെ നിർത്തിയതിൽ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അനീസാണ്. എനിക്കതിനൊരിക്കലും എവിടെ പോയാലും ഈ ഒരു വ്യക്തിനെ ഒരിക്കലും പറഞ്ഞില്ല. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റാഫ്, എൻ്റെ ഓരോ അച്ഛനമ്മമാരും ഇവരെല്ലാവരും ഞാൻ എവിടെ പോയാലും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും, എൻ്റെ ഓർമ്മകളിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏതായാലും നമുക്ക് ഇന്നൊരു സ്റ്റാഫ് സിനി ഇവിടെ നിന്ന് ഇറങ്ങുന്നു. മറ്റൊരു സ്റ്റാഫ് ഇന്ന് നമ്മൾക്ക് സ്നേഹതീരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അനു ഇപ്പൊ 2 അനുവായി നമ്മളുടെ ഒപ്പം. അപ്പം അനു ഇന്ന് നമ്മളുടെ ഓഫീസ് സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഒരു സോഷ്യൽ വർക്കറാണ് അനു. ആള് ബിടെക് ബിരുദധാരിയാണ്. ഏതായാലും മുന്നോട്ടുള്ള നാളുകൾ സന്തോഷം നിറഞ്ഞതും സ്നേഹം നിറഞ്ഞതും നിസ്വാർത്ഥമായ സേവനം സ്ഥാപനത്തിന് വേണ്ടി കാഴ്ചവെക്കാവുന്നതും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ഇനി എന്നും അനുവും ഉണ്ടാവും. എൻ്റെ പേര് അനു. ഞാനൊരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അടുത്തൊക്കെയാണ് എൻ്റെ വീട്. സാറ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സേവനം ചെയ്യാൻ എനിക്ക് സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ. അവർക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം, 10 മിനിറ്റ് ഉടനെ പോകണം. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഏതായാലും അവരുടെ ക്ഷമയെ നമ്മൾ പരീക്ഷിക്കുന്നില്ല. കുറച്ചു പേരൊക്കെ എനിക്ക് നിങ്ങളത് വേണ്ടെന്ന് പറഞ്ഞ് തൊഴിൽ പോയി. അപ്പൊ ഏതായാലും നമുക്ക് അത് ആ ചടങ്ങുകൾ നടത്തിയേക്കാം. അവിടെ ഇപ്പൊ നന്നായിട്ട് കൈയടിക്കാം നമുക്കൊന്ന്. വെരി ഗുഡ്. വിജയലക്ഷ്മി ആന്റി കൊടുത്താൽ കരിമക്കളല്ല. ഇത് 3rd പ്രൈസ് ആണ് കേട്ടോ. ആദ്യം എടുക്കുന്നത് 3rd പ്രൈസ്, അത് കഴിഞ്ഞ് 2nd പ്രൈസ്, 1st പ്രൈസ്. തെറ്റിദ്ധരിക്കരുത്. ഒരു 5 ഉണ്ട്, ഒരു 3 ഉണ്ട്. 2 അക്കം ഉള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഒരു 3 ഉണ്ട്, ഒരു 5 ഉണ്ട്. ഒരു 5 ഉണ്ട്, ഒരു 3 ഉണ്ട്. ആർക്കങ്ങനെ ഗസ് ചെയ്യാമോ? 53 അല്ല പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടോ? 53 ഉള്ളവരല്ലേ പറയാൻ പാടില്ല. മാധവനാണോ? എത്രയാണ് നമ്പർ? 53. 53 അല്ല, നഷ്ടപ്പെട്ടു പോയി. 35 ആണ്. 35 ആരുടെ കയ്യിലുള്ളത്? ഓക്കെ, ചാക്കോ അച്ഛനാണ്.
ഓക്കെ. അപ്പൊ 35-ാം നമ്പറില് തേർഡ് പ്രൈസ് അടിച്ചിരിക്കുന്ന നമ്മുടെ സ്നേഹതീരത്തെ ഇൻവൈറ്റ് ചാക്കോച്ചൻ. അഭിനന്ദനങ്ങൾ. ഭയങ്കരമായിട്ട് പ്രാസോട്ടിച്ചാണ് വന്നിരിക്കുന്നത്. നേരത്തെ 5-ഉം 3-ഉം വന്നു, 4-ഉം 3-ഉം വന്നിരിക്കുന്നത്. 4-ഉം 3-ഉം ആരുടെ കയ്യിലുണ്ടോ? അവിടെ ഉണ്ട്. ആരാണ്? നിലമല്ലിടാ പൊന്നപ്പൻ അങ്കളാ. പൊന്നപ്പൻ. എത്രയാണ് നമ്പർ? എത്ര നമ്പർ? 34. 34. 43ആണ്. 43 ആരും പോകണ്ട. 36ആണ് നമ്പർ. 34ആണ്. പൊന്നപ്പനാണ് അത് അടിച്ചിരിക്കുന്നത്. 34 34 നമ്പറിനാണ്. കണ്ണടക്ക്. ഇല്ല, ഒരെണ്ണം പാടില്ല. 1 എടുത്താ? മിച്ചം. ഇതാണ് ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നത്. അവന് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. മിച്ചുവിന് 99. ഡബിൾ 9. അവന്റെ നമ്പർ ഇവിടെ വന്നിരുന്നപ്പോ ഇങ്ങനെ കാണിച്ച് പറഞ്ഞിരുന്നതാണ്. അപ്പൊ 99 ആണ് ഫസ്റ്റ് പ്രൈസ്. 99. ദേഷ്യപ്പെട്ട് പോണ ഒരാളെ കണ്ട എനിക്ക് നിങ്ങളുടെ ഇതിനകത്ത് വേണ്ട എന്നും പറഞ്ഞ് പോവുകയാണ്. പിന്നെ കണ്ട ദേഷ്യം കണ്ട ആ മുഖത്ത് കാണാൻ പറ്റുന്നില്ല ദേഷ്യം. അഭിനന്ദനങ്ങളാണ് എല്ലാവർക്കും. ഓക്കെ. സെക്കൻഡ് പ്രൈസ് പൊന്നപ്പൻ. അഭിനന്ദനങ്ങൾ. ഇങ്ങോട്ട് നോക്കി രണ്ടുപേരും. ഓക്കെ. ഫസ്റ്റ് പ്രൈസ് മിച്ചുകുട്ടി. ഇങ്ങോട്ട് നോക്കിയേ. മിച്ചു. അടിപൊളി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ പതിപോലെയുള്ള മാസത്തിന്റെ ആദ്യ ഞായറാഴ്ചയിലെ മീറ്റിംഗിൽ എല്ലാവരും സംബന്ധിച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗിൽ നമ്മുടെ ശരിക്ക് കൂടി ഉള്ള മീറ്റിംഗ് ആയിരുന്നു. എല്ലാവരും ഇതിൽ സംബന്ധിച്ചു. എല്ലാവർക്കും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ശരിക്ക് വേണ്ടി നമ്മൾ ഒരു ആക്ഷൻ എടുത്തതിൽ എല്ലാവരും സ്നേഹത്തോടെ സഹകരിച്ചു. അതിനും നമ്മുടെ മീറ്റിംഗിൽ പുറത്തുനിന്ന് എല്ലാ സാധനങ്ങൾക്കും പ്രത്യേകിച്ച് ഫാമിലിക്കും എപ്പോഴും വരുമല്ലോ. അന്ന് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് എല്ലാ പൊതുമകൾക്കും നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി എനിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എന്നെ വായിക്കുന്നു. നമ്മുടെ ഈ മാസത്തെ യോഗ നടപടികൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസത്തെ മീറ്റിംഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡിസംബർ 15-ാം തീയതി ആയിരിക്കും. അന്ന് നമ്മുടെ ക്രിസ്മസ് ആഘോഷവും നമ്മുടെ ചെയർമാൻ മൈക്കിളിൻ്റെ അച്ഛൻ്റെ ഡെത്താനോടിച്ചും കൂടി ഒന്നിച്ചാഘോഷിച്ച് നല്ല രീതിയിൽ നടത്തി ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ കൂടി തിരിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം അവസാനിപ്പിക്കുന്നു.